നിസ്കാരം മുറക്ക് നിർവഹിക്കണം. ആ നിസ്കാരം ഖളാ ആകാതെ നിർവഹിക്കണം. നിസ്കാരത്തിന് വലിയ പ്രാമുഖ്യം നൽകണം. അല്ലാഹുമായുള്ള സംഭാഷണമാണതെന്ന ബോധം വേണം. അതുപോലെ അല്ലാഹ് നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ പകർത്തണം. ബാപ്പ ഉമ്മയെ അനുസരിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം. ബാപ്പ ഉമ്മക്ക് വിധേയപ്പെടണം. അതുപോലെ ഉസ്താദുമാരെ അംഗീകരിക്കണം, അനുസരിക്കണം, വിധേയപ്പെടണം. അതേ ആലിമീങ്ങൾക്ക് വിധേയപ്പെടണം. ആലിമീങ്ങളെ ബഹുമാനിക്കണം, അംഗീകരിക്കണം. അതുപോലെ നബി കുടുംബത്തിൽപ്പെട്ടവരോട് ആദരവും സ്നേഹവും വേണം. അതേ നമ്മൾ ജീവിതത്തിൻ്റെ സർവരംഗവും അതവുള്ള ജീവിതമായിരിക്കണം. കുട്ടികളോട് കാരുണ്യം വേണം, പ്രായമുള്ളവരോട് ആദരവ് വേണം. സുഹൃത്തുക്കളെ, പള്ളിയോട് വലിയ ആദരവ് വേണം, മക്ബറകളോട് വലിയ ആദരവ് വേണം. മഹാന്മാരെ മക്ബറയിൽ മറക്കാതെ തലമറക്കാതെ വരുന്ന ചില സ്ത്രീകളുണ്ട്, പാടില്ല. അവിടെ കിടക്കുന്നവരിഷ്ടപ്പെടൂല. അതുപോലെ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അതാ അന്യപുരുഷനെ തൊട്ടുകൊണ്ടും സ്പർശിച്ചുകൊണ്ടുമുള്ള സിയാറത്തോ അല്ലെങ്കിൽ ഉറൂസ് പരിപാടിയോ പാടില്ല. പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിച്ചുകൊണ്ട് വേണം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. നിസ്കാരം ഖളാക്കിയിട്ടുള്ള സിയാറത്ത് യാത്ര പറ്റൂല. അതുപോലെ ഒന്നും പറ്റൂല. നമ്മൾ നിർബന്ധമായതിനൊക്കെ ഏറ്റവും വലിയ പ്രസക്തി നൽകണം. അതോടുകൂടെ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. ഹറാമുകൾ കൈയൊഴിച്ച് ജീവിക്കണം. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അതിന് പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും അയൽവാസികൾക്ക് നമ്മളെ കൊണ്ടൊരു ശല്യമുണ്ടാകാൻ പാടില്ല. ഒരിക്കലും കുടുംബബന്ധം മുറിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. വലിയ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ദിവസമല്ലേ അറഫാ ദിനം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അറഫാ ദിനത്തിൽ ദുആക്ക് വലിയ ഉത്തരമാണ്. അന്നത്തെ നോമ്പ് കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുപ്പിക്കപ്പെടുന്ന നോമ്പാണ്. വലിയ പുണ്യമുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പ് നമുക്കറിയാമല്ലോ. പക്ഷേ അറഫയിൽ നിൽക്കുന്നവർക്കത് സുന്നത്തില്ല, പുറത്തുള്ളവർക്കാണത് സുന്നത്തുള്ളത്. ആ അറഫയുടെ ദിനത്തിൽ അസറിന്റെ ശേഷം വല്ലാത്ത പുണ്യമുള്ള സമയമാണ്. ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, എൻ്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോകണേ. കാരണം കുടുംബബന്ധം മുറിക്കുന്നവനുള്ള സദസ്സിൽ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. ദുആ ചെയ്യുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആമീൻ പറയുന്നത് ആരാണ്? അതേ മഹാന്മാരായ സഹാബികളാണ്. ദിവസം ഏതാണ്? അതേ അറഫ ദിനമാണ്. സമയം ഏതാണ്? അസറിന്റെ ശേഷമാണ്. പക്ഷേ കുടുംബബന്ധം മുറിക്കുകയെന്ന വലിയ പാതകം ചെയ്യുന്നവൻ സദസ്സിലുണ്ടായാൽ തന്നെ ദുആക്ക് ഇജാബത്തിന് പ്രയാസമാണ്. അത് കേട്ടപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്തിന് പോയി എന്ന് നബി തങ്ങൾ അന്വേഷിക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയുമായി, ഉമ്മയുടെ അനുജത്തിയോ ജേട്ടത്തിയോ അതുപോലുള്ള ഒരാളുമായി അല്പം തെറ്റുണ്ടായിരുന്നു, പിണക്കമുണ്ടായിരുന്നു. അത് നന്നാകാൻ പോയതാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പറയാൻ കാരണം കുടുംബബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രയാസമാണ് എന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കാരണവന്മാരെ, യുവാക്കളെ, വളരെ പുണ്യമുള്ള
ദിനങ്ങളാണ് മുന്നിൽ വന്ന് നിൽക്കുന്ന ദുൽഹജ്ജ്. ആ ദുൽഹജ്ജ് 1 മുതൽ തന്നെ കന്നുകാലികളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. 8-ന്റെയും 9-ന്റെയും നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പിന് പ്രത്യേകം പുണ്യമുണ്ട്. ആ ദുൽഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങൾ മുന്നിലേക്ക് വരുന്നു. അറഫ ദിനം വരുന്നു. പിറ്റേ ദിവസം ബലിപെരുന്നാളാണ്. അന്ന് വളരെ ശ്രേഷ്ഠമായ അമലാണ് ഉദ്ഹിയ്യത്ത്. 11, 12, 13 കൂടി അതിനുള്ള ദിനങ്ങളാണ്. അറഫ ദിവസത്തിന്റെ രാവിലത്തെ സുബഹി മുതൽക്ക് അതേ അയ്യാമുത്ത തശ്രീഖിന്റെ അവസാന ദിവസമായ 13-ന്റെ അന്ന് അസറിന്റെ ശേഷം വരെ ഓരോ ഫർദും സുന്നത്തുമായ നിസ്കാരങ്ങൾക്ക് ഉടനെ തക്ബീർ പ്രത്യേകം പുണ്യമാണ്. ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ്. പടച്ച റബ്ബിന്റെ പ്രതിനിധികൾ അവന്റെ ദർബാറിലേക്ക് ഹറമിന്റെ പുറത്തു പോയി കരഞ്ഞു പറഞ്ഞ് അറഫയിൽ നിന്ന് ശുദ്ധീകരിച്ച് അവന്റെ ദർബാറിലേക്ക് തിരിച്ചു വന്ന് തവാഫ് ചെയ്യുന്ന രംഗമാണ്. മിനയിൽ രാപ്പാർക്കുന്ന ദിവസങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഹാജർ ബീവിയെയും ഒക്കെ അനുസ്മരിക്കുന്ന ദിനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അവരെ അനുസ്മരിക്കുന്നതിനാൽ ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിച്ച് അവിടുന്ന് ത്യാഗത്തിന് തയ്യാറായതിന്റെ പേരിൽ സ്വന്തം മകനെ അറുക്കാൻ റബ്ബിന്റെ നിർദ്ദേശം വന്നപ്പോ റബ്ബിന് ഞാൻ എന്തും സമർപ്പിക്കുമെന്ന സമർപ്പണ ബോധത്തോടെ മകനെ അറുക്കാൻ തയ്യാറായതിനാൽ വലിയ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അതിന് ക്ഷമിച്ച് ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും വലിയ സ്ഥാനം ലഭിച്ച ദിനങ്ങളാണ്. അവരെ അനുസ്മരിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ 10, 11, 12, 13 ദിനങ്ങളിൽ അതാ ഒട്ടകങ്ങളും പോത്തുകളും അതേ പശുക്കളും ആടുകളുമൊക്കെ അറുത്ത് ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ആ വലിയ പുണ്യമുള്ള ദിനങ്ങൾ വരുമ്പോ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. സ്വീകരിക്കാൻ വേണ്ടതെന്താണ്? ഒന്ന് നന്നായി കുളിച്ച് വൃത്തിയാകലാണ്. പെരുന്നാളിന്റെ അന്ന് കുളിക്കുന്ന കുളിയല്ല, അത് സുന്നത്താണ്. ഞാൻ പറഞ്ഞ കുളി അതല്ല കേട്ടോ. ഈ പാവപ്പെട്ട ഞാനൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. എന്റെ ജീവിതത്തിൽ എത്ര നിർബന്ധമായ കാര്യങ്ങൾ വിട്ടുപോയി, എത്ര ഹറാബുകൾ കറാഹത്തുകൾ ചെയ്തു പോയി. അതുപോലെ എത്ര നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് വരെ വെള്ളവും ഭക്ഷണവും തന്ന റബ്ബ്, ഓക്സിജൻ തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, കിഡ്നിയും ഹാർട്ടും തന്ന റബ്ബ്, ബ്രെയിനും കരളും തന്ന റബ്ബ്, എല്ലാ അനുഗ്രഹവും തന്ന റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് തെറ്റുകളൊക്കെയും ഒന്ന് കഴുകി വൃത്തിയാക്കണേ. അതിന് ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് നൽകട്ടെ. പുണ്യദിനങ്ങളായി സ്വീകരിക്കാൻ റബ്ബ് ഭാഗ്യം നൽകട്ടെ. അവന്റെ കഅബ ശരീഫ് ലക്ഷ്യം വെച്ച് ഹജ്ജിന് പോയവരുണ്ട്, പോകുന്നവരുണ്ട്. റബ്ബേ, നീ പൊരുത്തപ്പെട്ട നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് നിർവഹിച്ച് കയൗമ വലദതുഹു ഉമ്മുഹു എന്ന് നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉമ്മ പ്രസവിച്ച അന്നുള്ള കുട്ടിയെ പോലെയായി ഹജ്ജിന് പോയവർക്കും പോകുന്നവർക്കും തിരിച്ചു വന്ന് ആ ശുദ്ധി നിലനിർത്തി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ദീനീ മജ്ലിസുകൾ, ഞങ്ങളുടെ ഈ അനുസ്മരണ മജ്ലിസ് അടക്കം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല അവസാനത്തെ മജ്ലിസ് ആക്കാതിരിക്കട്ടെ.